ശക്തന്റെ തട്ടകത്തിൽ കൗമാര കലാപൂരത്തിന്റെ മൂന്നാം ദിവസം പൊടിപൊടിക്കുകയാണ്. സ്വർണ്ണക്കപ്പിനായുള്ള വാശിയേറിയ പോരാട്ടം തുടരുന്നു. 544 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് ഇപ്പോഴും മുന്നിലുള്ളത്. ഇന്നും ജനപ്രിയ ഇനങ്ങളാണ് അരങ്ങിലുള്ളത്. തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് അശ്വതിയും ആരതിയും ചേരുകയാണ്. ഇപ്പോൾ വേദികളിൽ ഇംഗ്ലീഷ് മത്സരം നടക്കുകയാണ്. ഇംഗ്ലീഷ് നാടക മത്സരം നടക്കുകയാണ്. അശ്വതിയും ആരതിയും ചേരുകയാണ് തെക്കിൻകാട് മൈതാനിയിൽ നിന്ന്. അശ്വതി, ആരതി, എന്തായാലും വലിയ ആവേശം കാണാം. കാരണം ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നു. തൃശ്ശൂരിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കുട്ടികളാണ്. വലിയ ആവേശത്തോടെ മത്സരം കാണാം. തെക്കിൻകാട് മൈതാനിയിലെ കാഴ്ചകൾ എങ്ങനെയാണ്? രുചീഷ് പറഞ്ഞ പോലെ സമയം 3 മണിയായി. ഇത്രയും സമയമായിട്ടും ഇവിടെ ആവേശത്തിന് ഒട്ടും കുറവില്ലെന്ന് വേണം പറയാൻ. ഇന്നാണെങ്കിൽ ഒരുപാട് വെറൈറ്റി മത്സരങ്ങളുള്ള ഒരു ദിവസം കൂടിയാണ്. മലയപ്പുലയാട്ടം, ചവിട്ടുനാടകം, യക്ഷഗാനം, അങ്ങനെ തുടങ്ങിയ നിരവധി മത്സര ഇനങ്ങളുള്ള ഒരു ദിവസം കൂടിയാണ്. അത് മാത്രമല്ല, ഇന്ന് യക്ഷഗാനം, ഞാനിന്ന് ആദ്യമായിട്ടാണ് ആരതി യക്ഷഗാനമൊക്കെ പോയി കണ്ടത്. കിഡു സാധനം രുചീഷെ, ഒന്നും പറയാനില്ല. കിഡു സാധനം ഞാൻ ആദ്യമായിട്ടാണ് ആ സാധനം കാണുന്നത് തന്നെ. അതാണെങ്കിൽ കന്നഡ ഭാഷയിലായിരുന്നു അവരുടെ അവതരണം എന്നൊക്കെ പറയുന്നത്. ആരതിക്കാണെങ്കിൽ ഇന്ന് വളരെ അധികം എക്സൈറ്റ്മെന്റ് ആയിരുന്നു ചവിട്ടുനാടകം കാണണമെന്നുള്ളത്. അപ്പോൾ ആരതി, എങ്ങനെയായിരുന്നു നിന്റെ എക്സ്പീരിയൻസ് ഒക്കെ? ചവിട്ടുനാടകം ഞാൻ അങ്ങനെ ഈ കേട്ടറിവല്ലാണ്ട് കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ അടിപൊളി പരിപാടി. പിള്ളേരൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല തിമിർത്ത് ആടുന്നുണ്ടായിരുന്നു. ഇപ്പോഴും കറന്റ് അവിടെ വേദി 4 ചവിട്ടുനാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ വേദി 1 കുച്ചിപ്പുടിയും കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടല്ലോ കുച്ചിപ്പുടി കളിച്ചൊരു കുട്ടിയുണ്ട്. നമുക്ക് കുട്ടീനെ വിളിച്ചാലോ? നമ്മുടെ നിരഞ്ജന കുട്ടിയാണ് നമ്മുടെ കൂടെയുള്ളത്. നിരഞ്ജന, ഇപ്പം കഴിഞ്ഞോ? ഐറ്റം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായി ചെയ്തു. ഓക്കെ. ഈ മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ കുട്ടീനെ? ഈ ആടയാഭരണങ്ങളാണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഇതിനൊക്കെ അറൗണ്ട് എത്രയായി കോസ്റ്റൊക്കെ? ഒരു 3000 4000 അത്രയൊക്കെ ആയില്ലേ? എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? ഈ മേക്കപ്പ് ഇതൊക്കെ എപ്പോഴാണ് തുടങ്ങിയത്? 7 മണിയായപ്പോൾ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ വന്നു, സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു 7:30 ആയപ്പോൾ തുടങ്ങി. അങ്ങനെ ടയറിങ് ആയിരുന്നോ മൊത്തത്തിലുള്ള പ്രോസസ്സ്? ടയറിങ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് എൻജോയ് ചെയ്തു. ഓക്കേടാ, അപ്പോൾ എന്തായാലും റിസൾട്ട് വരുമ്പോൾ നല്ല ഇത് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ മൊത്തത്തിൽ നല്ല പരിപാടിയൊക്കെ നല്ല സൂപ്പറായിട്ട് തകർത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നട്ടുച്ച വെയിലാണ്, വെയിൽ കത്തി നിൽക്കുവാണ്. എന്നിരുന്നാലും ഇവിടെ അത്രയും ആൾക്കാരുണ്ട്. വെയിലൊന്നും ആർക്കും ബാധകമേ അല്ല. അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ ഓരോരോ പരിപാടി നടക്കുന്നതാണെങ്കിൽ അത് നടക്കുന്നുണ്ട്. ആൾക്കാർ കാണാനായിട്ട് വേറെ പിള്ളേരൊക്കെ വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഈ വെയിലൊന്നും സത്യം പറഞ്ഞാൽ ഈ കുട്ടികളെ ഒരു തരത്തിലും ബാധിക്കുന്നില്ലെന്ന് വേണം പറയാൻ രുചീഷ്. കാരണം ഇവരിപ്പോഴും പെർഫോമൻസ് കഴിഞ്ഞിട്ടും ഈ വേഷങ്ങളൊന്നും അഴിച്ചു വെക്കാതെയാണ് ഇതിൽ കൂടെ നടന്നു പോകുന്നത്. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് നാടൻ പാട്ട്, കുച്ചിപ്പുടി, അതുപോലെ നങ്ങ്യാർ കുത്ത് തുടങ്ങിയിട്ടുള്ള വിവിധ കലാപരിപാടികൾ ഇനിയും അരങ്ങേറുന്നുണ്ട്. അതിലുപരി സദ്യയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് അടപ്രഥമനോട് കൂടിയിട്ടുള്ള ഒരു വിഭവ സദ്യയാണ് ഇന്ന് പഴയുടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആ സദ്യ കഴിക്കാൻ തന്നെ ഇവിടെ നല്ല തിരക്കാണ്. ഞങ്ങളും ഇതുവരെ കഴിച്ചിട്ടില്ല. ആരായിട്ട് അങ്ങ് പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ മൊത്തത്തിലുള്ള ഈ ഷെഡ്യൂൾ കാരണം അങ്ങ് നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷെ എന്തായാലും കലോത്സവത്തിന് വന്നിട്ട് സദ്യ കഴിക്കാണ്ട് നമ്മളൊരു മടക്കമില്ല അല്ലേ? അതാണ് എനിക്കും കഴിക്കണം കലോത്സവ സദ്യ. ഇതെൻ്റെ ആദ്യത്തെ കലോത്സവമാണ്, ആദ്യത്തെ കലോത്സവ റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ എനിക്കും സദ്യ കഴിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കലോത്സവ വിശേഷങ്ങൾ. കലോത്സവം എന്തായാലും അടിച്ച് തകർക്കുകയാണ് രുചീഷ്.